ഹായ് എവ്രി വൺ, എ സി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സജി. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കറണ്ട് റേഷ്യോസിൻ്റെ പ്രോബ്ലംസും ഇനി വരാൻ പോകുന്ന റേഷ്യോസിൻ്റെ ഫോർമുലാസും പ്രോബ്ലംസും ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുള്ളത്? റേഷ്യോ അനാലിസിസിൻ്റെ മീനിങ് പഠിച്ചായിരുന്നു. റേഷ്യോസ് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ റേഷ്യോസാണ് ഉള്ളത്? ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. അത് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അതിൽ തന്നെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഓർ ലിക്വിഡ് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് പൊസിഷൻ റേഷ്യോ, ഇന്റർവൽ മെഷർ റേഷ്യോ അല്ലെങ്കിൽ ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ. അത് നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചത് കറണ്ട് റേഷ്യോ ആയിരുന്നു. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്നും കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണെന്നും നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾ ഞാൻ വീണ്ടും ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് കറണ്ട് റേഷ്യോയുടെ പ്രോബ്ലംസ് ആണ്. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ മനസ്സിലായല്ലോ. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. കറണ്ട് റേഷ്യോയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. സപ്പോസ് എ കമ്പനി ഹാസ് ഒരു കമ്പനിയുടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. കറണ്ട് അസറ്റ് 1,50,000, കറണ്ട് ലയബിലിറ്റീസ് 75,000. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. ഈ തന്നിരിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലായി? കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്ത് വരുന്നു? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കറണ്ട് അസറ്റും ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോലെ. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കറണ്ട് അസറ്റ് എത്ര ഉണ്ട്? 1,50,000. അപ്പോൾ കറണ്ട് അസറ്റ് സ്ഥാനത്ത് നമ്മൾ 1,50,000 എഴുതിയിട്ടുണ്ട്. ബൈ കറണ്ട് ലയബിലിറ്റി സ്ഥാനത്ത് എത്ര വേണം? 75,000. അപ്പോൾ നമ്മൾ താഴെ 75,000 കൊടുത്തു. ഈക്വൽ ടു 1,50,000 75,000 കൊണ്ട് ചെയ്യണം ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ? 2 കിട്ടും. അപ്പോൾ നമ്മൾ 2 കൊടുക്കണം. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് റേഷ്യോ അനാലിസിസ് പഠിച്ചപ്പോഴേ റേഷ്യോസ് എങ്ങനെയൊക്കെ വരാൻ ഞാൻ പറഞ്ഞു. കിട്ടുന്ന ആൻസറിനോടൊപ്പം ഒന്നെങ്കിൽ പേഴ്സൻറ്റേജ് വരണം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ വരണം, അല്ലെങ്കിൽ ടൈംസ് വരണം. നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോക്കകത്ത് ഏത് റേഷ്യോ വന്നാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് കൊടുക്കണം? ടൈംസ് എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതണം? 2 ടൈംസ് എന്ന് എഴുതും. അപ്പോൾ ഇതാണ് ആൻസർ. 1,50,000 75,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അതിനോടൊപ്പം നമ്മൾ ചെയ്യണം ടൈംസ് എന്ന് ചേർക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 50,000 തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് 20,000 തന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ 15,000 തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് 20,000 തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ 5,000 തന്നിട്ടുണ്ട്, ക്യാഷ് ഹാൻഡ് 20,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് 17,000, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് 8,000, ക്യാഷ് അറ്റ് ബാങ്ക് 30,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ അറിയാലോ. അപ്പോൾ എന്താണ് കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് അസറ്റും ഇല്ല, കറണ്ട് ലയബിലിറ്റീസും ഇല്ല. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് നമ്മൾ ചെയ്യണം കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്നും കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണെന്നും ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൻസർ ഉണ്ടല്ലോ. അപ്പോൾ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് ഇവിടെ ഇട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് ഇവിടെ ഇട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്? സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 20,000, ബിൽസ് റിസീവബിൾ 15,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000, ക്യാഷ് ഹാൻഡ് 30,000, ക്യാഷ് അറ്റ് ബാങ്ക് 20,000. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,40,000 കിട്ടും. അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് 20,000, ബിൽസ് പേയബിൾ 5,000, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് 17,000, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് 8,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയും 70,000 കിട്ടും. എന്നിട്ട് ക്വസ്റ്റിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ നിങ്ങളെന്ന് പറഞ്ഞു. എന്താണ് ഇക്വേഷൻ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ് നമുക്ക് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 1,40,000. അപ്പോൾ കറണ്ട് അസറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ ചെയ്യണം 1,40,000 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൈ
കറണ്ട് ലൈബിലിറ്റീസ് ഇവിടെ തുടപ്പുണ്ട് 70,000. അപ്പം നമ്മളത് റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ 70,000 കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ 2 കിട്ടും. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 2 ടൈംസ് എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് ഏതൊക്കെ നമ്മൾ മുന്നുള്ള വീഡിയോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് എക്സാമ്പിളിനകത്ത് അല്ലേ. പണ്ട് എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, അത് പഠിച്ചിരിക്കണം നല്ലതുപോലെ. ഇനി അടുത്ത പറയാനുള്ളത് ലിക്വിഡിറ്റി റേഷ്യോയില് രണ്ടാമത്തെ റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ. ഒന്നാമത് പഠിച്ചെന്താണ്, കറണ്ട് റേഷ്യോ ആയിരുന്നു. ഇനി പഠിക്കാവുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോയുടെ വേറെ പേര് എന്താണ്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. അതിന്റെ ഇക്വേഷൻ നമുക്ക് എന്താ നോക്കാം. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ, അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടല്ലോ, ക്വിക്ക് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇൻവെന്ററിയുടെ പേരെന്താണ്, സ്റ്റോക്ക് ആണ്. അപ്പൊ ക്വിക്ക് റേഷ്യോയുടെ വേറെ പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. അപ്പൊ അതിന്റെ ഇക്വേഷൻ പറഞ്ഞേ, ക്വിക്ക് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് ഇൻവെന്ററി ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ ഇക്വേഷൻ പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അസറ്റ് 1,00,000 തന്നിട്ടുണ്ട്, ഇൻവെന്ററി 25,000 തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000 തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് 50,000 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ. അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ട് ക്വിക്ക് റേഷ്യോ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ക്വിക്ക് റേഷ്യോയുടെ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞു, ക്വിക്ക് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 1,00,000 ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 1,00,000 ഇട്ടുണ്ട്, മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എത്രയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000 ആണ് അല്ലേ. അപ്പൊ നമ്മൾ -5,000 മൈനസ് അടുത്തെന്താണ്, ഇൻവെന്ററി അല്ലേ. ഇൻവെന്ററി നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 25,000 ആണ് അല്ലേ. അപ്പൊ നമ്മൾ 25,000 ഇട്ടുണ്ട്, ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. എത്രയാണ് കറണ്ട് ലയബിലിറ്റീസ് തന്നിരിക്കുന്നത്, 50,000 ആണ് അല്ലേ. അപ്പൊ നമ്മൾ ബൈ 50,000 എഴുതി. ഇനി എന്ത് ചെയ്യണം, കാൽക്കുലേറ്റർ എടുത്തിട്ട് 1,00,000 മൈനസ് 5,000 മൈനസ് 25,000 അടിക്കണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ 70,000 കിട്ടും. അപ്പൊ നമ്മൾ 70,000 എഴുതി, ബൈ 50,000 അതുപോലെ ഇട്ടേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, 70,000 50,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് വരും. അപ്പൊ എത്രയാണ് ആൻസർ, 1.4 ടൈംസ് കിട്ടും. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്, ക്വിക്ക് റേഷ്യോയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി, ഷെയർ ക്യാപിറ്റൽ 2,00,000 തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് 30,000, ഫിക്സഡ് അസറ്റ് 1,60,000, സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 20,000, ക്രെഡിറ്റേഴ്സ് 20,000, ബിൽസ് പേബിൾ 5,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 17,000, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് 8,000, ബിൽസ് റിസീവബിൾ 15,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000, ക്യാഷ് ഹാൻഡ് 20,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000, ക്യാഷ് അറ്റ് ബാങ്ക് 30,000. എന്നിട്ട് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ. ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ട് കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഇവിടെ കറണ്ട് റേഷ്യോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ ഇതാണ്, കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യനകത്ത് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ഏതൊക്കെ കറണ്ട് അസറ്റ് നിങ്ങളെല്ലാം പറഞ്ഞു, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ വേറെ എന്തുണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്, ക്യാഷ് ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. ഇതെല്ലാം എന്താണ്, കറണ്ട് അസറ്റ് ആണ്. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, കറണ്ട് അസറ്റ് സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 20,000, ബിൽസ് റിസീവബിൾ 15,000,
പ്രീപെയ്ഡ് എക്സ്പെൻസ് 5000, ക്യാഷ് അറ്റ് ബാങ്ക് 30,000, ക്യാഷ് ഹാൻഡ് 20,000. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,40,000 കിട്ടും. ഇനി എന്തോ അടുത്ത വേണ്ടത്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ്? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്നത്? ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്. ഇതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? കണ്ടല്ലോ, ക്രെഡിറ്റേഴ്സ് 20,000, ബിൽസ് പേയബിൾ 5,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 17,000, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 8,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ തൊട്ടും 70,000 കിട്ടും. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റും കിട്ടി, കറണ്ട് ലയബിലിറ്റീസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇക്വേഷനിൽ പോകാം. ഈക്വൽ ടു കറണ്ട് അസറ്റ് സ്ഥാനത്ത് എത്ര എടുക്കണം? 1,40,000. അപ്പം എവിടെ എഴുതിയിട്ടുണ്ട്? ബൈ കറണ്ട് ലയബിലിറ്റി സ്ഥാനത്ത് എത്ര എടുക്കണം? 70,000 എഴുതണം. അപ്പം നമ്മൾ താഴെ 70,000 കൊടുത്തു. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2 ടൈംസ് കിട്ടി. കണ്ടല്ലോ, ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് പഠിക്കാൻ പറഞ്ഞാൽ ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ മീൻസ് എന്താണ്? ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങളെന്ന് പറഞ്ഞു. ലിക്വിഡ് റേഷ്യോ ഓർ ക്യുക്ക് റേഷ്യോ അത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. താഴെ ഇക്വേഷൻ ഇതുമാണ്. ക്യുക്ക് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് ഇൻവെന്ററി ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ കറണ്ട് അസറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1,40,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1,40,000 എഴുതുന്നു. എന്നിട്ട് മൈനസ് എഴുതുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ലിസ്റ്റിനകത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് നടക്കുന്നത് 5,000. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? 5,000 കൊടുക്കുക. മൈനസ് ഇൻവെന്ററി നമുക്ക് ഇവിടെ എത്ര കണ്ടിട്ടുണ്ട്? ഇൻവെന്ററിയുടെ വേറെ എന്താണ്? സ്റ്റോക്കാണ്. എത്ര രൂപ? 50,000. അപ്പോൾ നമ്മൾ ഇൻവെന്ററിയുടെ സ്ഥാനത്ത് 50,000 കൊടുത്തിട്ടുണ്ട്. ബൈ കറണ്ട് ലയബിലിറ്റീസ്. നമ്മൾ നേരത്തെ കറണ്ട് ലയബിലിറ്റി ടോട്ടൽ കണ്ടിട്ട് എത്രയാണ്? 70,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെ 70,000 കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ മൈനസ് ചെയ്യണം. 1,40,000 മൈനസ് 5,000 മൈനസ് 50,000 എത്രയും? 85,000 വരും. ബൈ 70,000 താഴെ പറയണം. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.21 ടൈംസ് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ. ഇനി നമുക്ക് ആ ക്വസ്റ്റിന് തന്നെ പറയാത്ത ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ഫിക്സഡ് അസറ്റും ആയിരുന്നു അല്ലേ? ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലയബിലിറ്റീസ് ആണ്. അതാണ് ഇവിടെ എടുക്കാത്തത്. നമുക്ക് അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. പിന്നെ വരുന്ന ഫിക്സഡ് അസറ്റ് അതവിടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടതാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും മാത്രം മതി. അതാണ് ഇവരെ 3 എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അവരെ വേണ്ട, അതങ്ങ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത പറയാനുള്ളത് ലിക്വിഡിറ്റി റേഷ്യോയിലെ 3ാമത്തെ റേഷ്യോ ആണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അതിൻ്റെ പേര് എന്താണ്? ക്യാഷ് പൊസിഷൻ റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ നോക്കി. ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാമേ. ക്യാഷ് 15,000 തന്നിട്ടുണ്ട്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 5,000 തന്നിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റീസ് 50,000 തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈക്വൽ ടു ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ക്യാഷ് എത്ര ഉണ്ട്? 15,000. അപ്പോൾ നമ്മൾ 15,000 അതേപോലെ ഇവിടെ പ്ലസ് കൊടുക്കുക. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എത്ര ഉണ്ട്? 5,000 ആണ്. അപ്പോൾ നമ്മൾ അവിടെ 5,000 കൊടുത്തു. ബൈ കറണ്ട് ലയബിലിറ്റീസ് എത്ര ഉണ്ട്? 50,000. അപ്പോൾ താഴെ 50,000 കൊടുക്കുക. 15,000-ന് 5,000 കൂട്ടുമ്പോൾ എത്രയും? 20,000 വരും. ബൈ 50,000 അതുപോലെ ഇട്ടേക്കണം. ഇനി എന്ത് ചെയ്യണം? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ? 0.4 വരും. എന്നിട്ട് ടൈംസും കൂടെ ചേർക്കുക. അപ്പോൾ 0.4 ടൈംസ് കിട്ടും. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോയിലെ 3ാമത്തെ റേഷ്യോ പറഞ്ഞിട്ടാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് പൊസിഷൻ റേഷ്യോ. ഓക്കെ. ഇനി പറയാൻ പറഞ്ഞത് ലിക്വിഡിറ്റി റേഷ്യോയിലെ അവസാനത്തെ റേഷ്യോ ആണ് ഇന്റർവൽ മെഷർ റേഷ്യോ അല്ലെങ്കിൽ ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ. അതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിന് അതിനോടൊപ്പം എന്തും കൂടെ ചേർക്കണം?
പ്ലസ് അക്കൗണ്ട്സ് റിസീവബിളുടെ ചേർത്തിട്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ പറഞ്ഞ് ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് 20,000 തന്നിട്ടുണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 10,000 തന്നിട്ടുണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾ 40,000 തന്നിട്ടുണ്ട്, ആവറേജ് ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 2,000 തന്നിട്ടുണ്ട്. എന്നിട്ട് പറയണേ കാൽക്കുലേറ്റ് ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ. അപ്പോൾ ഡിഫെൻസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പറഞ്ഞ് ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ക്യാഷ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 20,000. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട് 10,000. അക്കൗണ്ട്സ് റിസീവബിൾ തന്നിട്ടുണ്ട് 40,000. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം കൂടെ പ്ലസ് ചെയ്യാം. ബൈ ആവറേജ് ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്ര തന്നിട്ടുണ്ട്? 2,000. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താഴെ 2,000 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? 20,000-ന് 10,000 കൊണ്ട് കൂട്ടുക, ആ കിട്ടിയതിനോടൊപ്പം 40,000 കൂട്ടുക. അപ്പോൾ എത്ര വരും? 50,000 വരും. ആ 50,000 നമ്മൾ എന്ത് ചെയ്യണം? 70,000. ആ 70,000 നമ്മൾ ചെയ്യണം 2,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ? 35 കിട്ടും. ഇവിടെ ഒരു പ്രത്യേകമുണ്ട്, ഇവിടെ ഡേയ്സ് തന്നെ കൊടുക്കാവും. അതെന്തായിരിക്കും ടൈംസ് വരാത്തത്? ഇവിടെ ഇക്വേഷൻ ഒക്കെ ആവറേജ് ഡെയിലി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഡെയിലി എന്ന് പറയുമ്പോൾ ഡേയ്സിനാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണം ഡേയ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നന്നായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ ഇക്വേഷൻസ് നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരിക്കും. ആ എക്സാമ്പിൾ നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. അതേപോലെ തരുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇക്വേഷൻസ് മറന്നു പോകണമെങ്കിൽ ചെയ്യണം, ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ ഓർമ്മിരിക്കും. ഓക്കെ. താങ്ക് യു.